ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. നമ്മുടെ സ്കൂളിൽ അധ്യാപക ദിനത്തോടനുബന്ധിച്ചുള്ള പ്രോഗ്രാംസൊക്കെ അസംബ്ലിയിൽ നടക്കുകയാണ്. കണ്ടോ, KG സ്റ്റുഡൻസാണ് ഇതൊക്കെ. അവർ ഇന്ന് ഫ്രൂട്ട്സ് ഡേയും കൂടിയായിരുന്നു, അപ്പോൾ അതിൻ്റെയും കൂടി സെലിബ്രേഷനാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര സന്തോഷമുള്ള ദിവസമായിരുന്നു. ഒരുപാട് കുട്ടികൾ വിഷ് ചെയ്തു, അവരുടെ സ്നേഹം അവർ അറിയിച്ചു. അവർ ഓരോരോ ഗിഫ്റ്റ് തന്നു, അതുപോലെ നമ്മളെ വിഷ് ചെയ്തു, പൂക്കൾ തന്നു, ഒക്കെ അവരുടെ സ്നേഹം നമ്മളെ അറിയിക്കുകയായിരുന്നു. പിന്നെ അസംബ്ലിയിൽ അധ്യാപകർക്ക് പ്രത്യേകം ഓരോ പൂക്കളും ചോക്ലേറ്റ്സും ഒക്കെ തന്നിട്ട് വിഷ് ചെയ്തു. ഇന്ന് ഫ്രൂട്ട്സ് ഡേയും കൂടിയായിരുന്നു. അപ്പോൾ ഫ്രൂട്ട്സ് ഡേയുടെ ഒരു സെലിബ്രേഷനും കൂടിയായിരുന്നു ഇന്നത്തെ നമ്മുടെ അസംബ്ലി. അങ്ങനെ KG സെക്ഷനിലെ കുട്ടികളെല്ലാം ഫ്രൂട്ട്സ് ഡേ ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കണ്ടോ ഓരോരോ ഫ്രൂട്ടായിട്ടൊക്കെയാണ് നിൽക്കുന്നത്. ഓരോ ഫ്രൂട്ടിൻ്റെ പിക്ചറും ഒക്കെ പിടിച്ച് അങ്ങനെ അവർ നിൽക്കുകയാണ്. പിന്നെ അവർക്ക് പ്രത്യേകം സെലിബ്രേഷനൊക്കെ ഉണ്ടായിരുന്നു KG സെക്ഷനിൽ. പിന്നെ എല്ലാവരും അസംബ്ലിയൊക്കെ കഴിഞ്ഞു ക്ലാസ്സിലേക്ക് പോകുമായിരുന്നു. ക്ലാസ്സിൽ പോയിട്ടാണ് പിന്നെ ഇനി ബാക്കി കേട്ടോ. ഒരുപാട് കുട്ടി ടീച്ചേഴ്സിൻ്റെ ടീച്ചിങ് ആയിരുന്നു ഇന്നത്തെ ദിവസം. അത് ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതൊക്കെ എൻ്റെ ക്ലാസ്സിലെ കുട്ടികളാണ്. ഞാൻ ഫസ്റ്റ് A1 ക്ലാസ് ടീച്ചറാണ്. അപ്പോൾ എൻ്റെ ക്ലാസ്സിലെ കുട്ടികളാണ് ഈ ഇരിക്കുന്നതൊക്കെ. അവർക്ക് ഒരുപാട് ഇഷ്ടമാണ് ടീച്ചറാകണം. എനിക്ക് ടീച്ചറാകണം. എല്ലാവരും വില്ലിങ്ങാണ്, എനിക്കും പഠിപ്പിക്കണം. അപ്പോൾ ആരെയും നിരാശരാക്കാൻ എനിക്കിഷ്ടം തോന്നിയില്ല. എനിക്ക് വല്ലാത്ത സങ്കടമാണ്. കാരണം ആരെങ്കിലും എനിക്ക് പറ്റിയില്ലല്ലോ എന്നൊരു വിഷമത്തോടെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു എന്നെനിക്ക് തോന്നിക്കഴിഞ്ഞാൽ അതെനിക്ക് സങ്കടമാണ്. കാരണം കുഞ്ഞുനാളിൽ ഞാൻ ഇതേപോലെ ആഗ്രഹിച്ചിട്ടുണ്ട്, എനിക്കും പഠിപ്പിക്കണം. പക്ഷേ എനിക്കങ്ങനെ ക്ലാസ്സിൽ ഇതിന് വേണ്ടിയിട്ടുള്ളൊരവസരം എനിക്കങ്ങനെ കിട്ടിയിട്ടില്ല. അത് എന്തുകൊണ്ടോ എനിക്ക് പറ്റിയില്ല. എന്തെന്ന് എനിക്കറിയില്ല. ഞാൻ ചിലപ്പോൾ വേണമെന്ന് അങ്ങോട്ട് പോയി പറയാത്തത് കൊണ്ടാവാം, എന്താണെന്നറിയില്ല. പക്ഷെ എന്നാലും മനസ്സിൽ എനിക്ക് അവസരം കിട്ടിയില്ലല്ലോ എന്ന സങ്കടം എനിക്ക് ഇതിൽ മാത്രമല്ല പല കാര്യങ്ങളിൽ അങ്ങനെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സങ്കടവുമായിട്ട് എൻ്റെ കുഞ്ഞുങ്ങൾ അതും കൊച്ചു കുഞ്ഞുങ്ങളാണ്. അപ്പോൾ അവരുടെ മനസ്സ് വേദനിക്കരുതല്ലോ. അപ്പം ആഗ്രഹമുണ്ടായിരുന്ന ഓരോ കുഞ്ഞുങ്ങൾക്ക് ഞാൻ അവസരം കൊടുത്തു. അവരെന്ത് ഭംഗിയായിട്ടാണ് അത് ഹാൻഡിൽ ചെയ്തതെന്ന്, മാഷാ അല്ലാ. എനിക്ക് കണ്ണ് നിറഞ്ഞു, മനസ്സും നിറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ ചോദിച്ചു, ആർക്കൊക്കെയാ ടീച്ചറാവാൻ ആഗ്രഹം? ഗേൾസ് എല്ലാവരും എണീറ്റിട്ട് ഒരാൾ മാത്രമേ എണീക്കാതിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അവളോട് ഞാൻ എടുത്ത് ചോദിച്ചപ്പോൾ അവൾ പറയാം അവൾക്ക് പോലീസ് ആവാനാണ് ഇഷ്ടമെന്ന്. പിന്നെ ബോയ്സും കുറച്ച് പേരൊക്കെ എണീറ്റ് നിന്നു. അങ്ങനെ ഇന്നത്തെ ദിവസം കുട്ടികളും ഞങ്ങൾ ടീച്ചേഴ്സും എല്ലാവരും വളരെ സന്തോഷിച്ച ഒരു ദിനമായിരുന്നു ഇന്നത്തെ ദിവസം. പിന്നെ ഇവരിൽ നിന്നൊക്കെ എനിക്ക് ഒരുപാട് ഗിഫ്റ്റ്സ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരുപാട് വിഷസ് അത് എഴുതിയും അറിയിച്ചിട്ടുണ്ട്. ആദ്യത്തെ എൻ്റെ സൗണ്ട് വല്ലാതെ ഇരിക്കുന്നുണ്ട്, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല, ഞാൻ നല്ല ടയേർഡാണ്, അത്രയും ക്ഷീണമുണ്ട്. ഇന്നത്തെ ദിവസത്തിന് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ടായിരുന്നു. റബീഉൽ അവ്വൽ മാസത്തിൻ്റെ ഫസ്റ്റ് ഡേ ആയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് കൊടിയും ഉയർത്തിയിരുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ, കമൻറ്റ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.